ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസം ചെയ്യേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ ഖറഅ സൂറത്തുൽ ഫജ്രി, ഒരാള് സൂറത്തുൽ ഫജ്ർ ഓതിയാൽ ഫി ലയാലിൽ അശ്രി, ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസത്തിൻ്റെ രാത്രിയിൽ ഓതിയാൽ ഗുഫിറ ലഹു, അവർക്ക് പൊറുക്കപ്പെടുന്നതാണ് എന്ന്. അപ്പോൾ ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള രാത്രികളിൽ നമ്മൾ സൂറത്തുൽ ഫജ്ർ ഓതണം. എല്ലാ ദിവസവും രാത്രി ഒരു തവണ നമ്മൾ ഓതണം. ഇത് ഖുർആനിലെ 89-ാമത്തെ സൂറത്താണ്. 8-9 89-ാമത്തെ സൂറത്താണ്. മാത്രമല്ല അത് 30 ആയത്തുകളാണ് ആ സൂറത്തിൽ ഉള്ളത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റിയ ഒരു സൂറത്താണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള രാത്രികളിൽ ഓതണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഉളുഹിയ്യത്തിനുള്ളതും അല്ലാത്തതുമായ ആട്, അതുപോലെ മാട് എന്ന് പറഞ്ഞാൽ പശു, കാള, എരുമ, പോത്ത്, ഒട്ടകം, ഇങ്ങനെയുള്ള മൃഗങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ, ഈ മൃഗങ്ങളുടെ ശബ്ദം കേൾക്കുകയോ ചെയ്താൽ ഒരു തവണ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലൽ സുന്നത്താണ് എന്ന്. അപ്പോൾ നമ്മൾ ആട്, അതുപോലെ പശു, കാള, എരുമ, പോത്ത് പോലെയുള്ള ഒട്ടകം, ഇങ്ങനെയുള്ള ജീവികളെ കാണുകയോ അല്ലെങ്കിൽ അവയുടെ ശബ്ദം കേട്ടു എന്നാലും ഒരു തവണ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹു അക്ബർ എന്ന് ചൊല്ലൽ സുന്നത്താണ് എന്ന്. ഇത് നമ്മൾ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് ധാരാളം മൃഗങ്ങളെ കാണാൻ കഴിയും. ഇപ്പോൾ ഉളുഹിയ്യത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരുപാട് മൃഗങ്ങളെ വാങ്ങുന്ന സമയമാണ്. അപ്പം നമ്മൾ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും നമ്മുടെ നാടുകളിലൊക്കെ നമുക്ക് മൃഗങ്ങളെ കാണാൻ കഴിയും, അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദം കേൾക്കും. അപ്പോൾ ഒക്കെ നമ്മൾ അല്ലാഹു അക്ബർ എന്ന ഒരു തവണ പറയണം, അത് സുന്നത്താണ് എന്ന്. ഇനി മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ദുൽഹിജ്ജ 10 ദിവസത്തേക്കാൾ അല്ലാഹുവിങ്കൽ ഏറ്റവും മഹത്വമുള്ളതും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതുമായ മറ്റൊരു ദിവസമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അപ്പോൾ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ദിവസമാണ് എനിക്ക്. മാത്രമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ മഹത്വമുള്ള ദിവസവുമാണ് ദുൽഹിജ്ജ ആദ്യ 10 ദിവസങ്ങൾ. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, അവിടെയാണ് നമ്മൾ ചെയ്യാനുള്ള കാര്യം. ഫഅക്സിറൂ, നിങ്ങൾ അധികരിപ്പിക്കണം. ഫീഹിന്ന തഹ്ലീല വത്തക്ബീറ വത്തഹ്മീദ, നിങ്ങൾ തഹ്ലീൽ അധികരിപ്പിക്കണം. തഹ്ലീൽ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ അധികരിപ്പിക്കണം. അതുപോലെ തക്ബീർ, അല്ലാഹു അക്ബർ എന്ന തക്ബീർ നിങ്ങൾ അധികരിപ്പിക്കണം. വത്തഹ്മീദ്, അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ നിങ്ങൾ അധികരിപ്പിക്കണം എന്ന്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യമാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ നമ്മൾ അധികരിപ്പിക്കേണ്ട സമയമാണ് ഇത് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള സമയങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അബൂദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, ദുൽഹിജ്ജ 10 ദിവസങ്ങൾ, ആദ്യത്തെ 10 ദിവസങ്ങൾ ദുആ അധികരിപ്പിക്കണം.
ദുആ അധികരിപ്പിക്കണം. അതുമാത്രമല്ല ഇസ്തിഗ്ഫാറും അധികരിപ്പിക്കണം. ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ അധികരിപ്പിക്കണം. അതുപോലെ സ്വതക്കയും വർദ്ധിപ്പിക്കണം എന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അൽ വൈലു ലിമൻ ഹുരിമ ഖൈറ അയ്യാമിൽ അശ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ദുൽഹിജ്ജ 10 ദിവസം നന്മകൾ തടയപ്പെട്ടവന് നാശമാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന്. അപ്പൊ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ നല്ല പ്രധാനപ്പെട്ട ദിവസമാണ്. അതിൽ നന്മ ചെയ്യാൻ കഴിയാത്ത ആള് അവർക്ക് വലിയ നാശമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ദുആ അധികരിപ്പിക്കണം. നമുക്ക് ചോദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കുക, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ അധികരിപ്പിക്കുക, സ്വതക്കകളൊക്കെ ധാരാളം ചെയ്യുക, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. 4-മത്തെ കാര്യം അതാണ്. ഇനി 5-മത്തെ കാര്യം എന്താണ്? ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കുക എന്നുള്ളതാണ്. കാരണം ഫതുൽ മൊയിനിൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയാണ്, ദുൽഹിജ്ജ 10 ദിനങ്ങൾ അത് റമളാനിലെ അവസാനത്തെ 10 ദിവസത്തിനേക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്ന് ഹദീസുകളിൽ ഉള്ളതിനാൽ അറഫ ദിവസത്തിന് മുമ്പുള്ള 8 ദിവസം നോമ്പ് നോൽക്കൽ ശക്തിയായ സുന്നത്താണ് എന്ന് ഫതുൽ മൊയിനിൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയാണ്. അങ്ങനെ പറഞ്ഞാൽ അറഫ ദിവസം ഏതായാലും നോമ്പ് നോൽക്കണമല്ലോ. ദുൽഹിജ്ജ 9 അന്ന്, പെരുന്നാളിന്റെ തലേന്ന് ഏതായാലും ദുൽഹിജ്ജ 9 നമ്മൾ നോമ്പ് നോൽക്കും, സുന്നത്താണ്. അതിന് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ഓരോ കൊല്ലത്തെ ദോഷം പൊറുക്കുന്നാണ് ദുൽഹിജ്ജ 9 നോമ്പ് നോറ്റാല്. ദുൽഹിജ്ജ 1 മുതൽ 8 വരെ നോൽക്കണമെന്നാണ് പറഞ്ഞത്. കാരണം വലിയ ശ്രേഷ്ഠതയുള്ള സമയമാണ് എന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള നോമ്പുകൾ നോൽക്കാൻ കഴിയുന്നവർ നോൽക്കണം. ദുൽഹിജ്ജ 9 ഏതായാലും നോൽക്കണം. ദുൽഹിജ്ജ 1 മുതൽ 8 വരെ കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യുക? നോൽക്കുക. വളരെ പ്രധാനപ്പെട്ട നോമ്പ് നോൽക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. വലിയ പ്രതിഫലം കിട്ടുന്ന സമയമാണ്. അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള അമലുകൾ ചെയ്യുന്നത് വലിയ ഇഷ്ടമുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ദുൽഹിജ്ജ 1 മുതൽ 8 വരെ കഴിയുന്നവർ നോൽക്കുക. ദുൽഹിജ്ജ 9 നോമ്പ് എന്തായാലും എല്ലാവരും നോൽക്കുക ഇൻഷാ അള്ളാഹ്. പിന്നെ ദുൽഹിജ്ജ 10 പെരുന്നാളും ആണല്ലോ. അപ്പൊ ഇൻഷാ അള്ളാഹ് പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ നോമ്പ് നോൽക്കൽ ഹറാമാണ്. ദുൽഹിജ്ജ 10 പെരുന്നാളാണ്. പെരുന്നാളിൻ്റെ അന്ന് നോമ്പ് നോൽക്കൽ ഹറാമാണ്. അന്ന് നോമ്പ് നോൽക്കാൻ പറ്റൂല, പെരുന്നാളിൻ്റെ അന്ന്. അപ്പോ നമ്മൾ ദുൽഹിജ്ജ 1 മുതൽ 9 വരെ എന്ത് ചെയ്യുക? നോമ്പ് നോൽക്കുക. അങ്ങനെ 5 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം ഇബാദത്തിന് വലിയ ശ്രേഷ്ഠതയുള്ള സമയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ സൂറത്തുൽ ഫജ്ർ എല്ലാ ദിവസവും രാത്രിയിൽ ഓതുക, ദുൽഹിജ്ജ 1 മുതൽ 10 വരെ. പിന്നെ ഞാൻ പറഞ്ഞു, മൃഗങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് ഒരു തവണ തക്ബീർ ചൊല്ലുക. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ അധികരിപ്പിക്കുക. പിന്നെ ദുആ അധികരിപ്പിക്കുക, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ അധികരിപ്പിക്കുക, സ്വതക്ക അധികരിപ്പിക്കുക. പിന്നെ ദുൽഹിജ്ജ 1 മുതൽ 9 വരെ പരമാവധി നോമ്പ് നോൽക്കാൻ കഴിയുന്നവർ നോമ്പ് നോൽക്കുക. 9 നോമ്പ് ഏതായാലും നോൽക്കുകയും ചെയ്യുക ഇൻഷാ അള്ളാഹ്. ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം ഇൻഷാ അള്ളാഹ്. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കാനും അതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും നമുക്കും കുടുംബത്തിനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.